ഓം ഗും ഗുരുഭ്യോ നമഃ. ഏവർക്കും പ്രണാമം. നമുക്ക് ശ്രീ വാൽമീകി രാമായണത്തിലേക്ക് തന്നെ മടങ്ങാം. കുംഭകർണൻ പിറന്നപ്പോഴേ മഹാകൂറ്റനായിരുന്നു. അത്യധികം വിശപ്പോടുകൂടിയ ഇവൻ ആയിരം ജന്തുക്കളെ പിടിച്ചു തിന്നു. അങ്ങനെ ജീവികളെല്ലാം അവസാനിക്കാൻ തുടങ്ങിയപ്പോൾ എല്ലാവരും ഭയപ്പെട്ടു. ദേവന്മാർ ഇന്ദ്രനെ അഭയം പ്രാപിച്ച് വർത്തമാനമറിയിച്ചു. ക്രുദ്ധനായ ഉംബർകോൻ നിശിത വജ്രത്തെ കുംഭകർണനെ നേരിട്ട് വിട്ടുവെങ്കിലും മഹാനായ ഇവൻ ഒന്ന് വിറച്ചതല്ലാതെ മറ്റൊന്നും സംഭവിച്ചില്ല. ഇവൻ തുടർന്ന് ആർപ്പ് വിളിക്കുകയാണുണ്ടായത്. വജ്രം തട്ടിയിട്ടും നിസ്സാരമാക്കിയ കുംഭകർണന്റെ അലറൽ നാട്ടുകാരെ വല്ലാതെ ഭയപ്പെടുത്തി. കുംഭകർണനാകട്ടെ ഇന്ദ്രനിൽ കോപത്തോടുകൂടി നേരിട്ട് ചെന്നു. ഐരാവതത്തിന്റെ പുറത്തിരിക്കുന്ന വാസവനെ ആ ഐരാവതത്തിന്റെ തന്നെ കൊമ്പൊന്ന് പറിച്ചെടുത്ത് താഴ്ച്ചു. മാതൾ കനത്ത പ്രഹരമേറ്റ അമരാധിപൻ വിറച്ചു. അതുകണ്ട് ബ്രഹ്മർഷിമാരും ദാനവന്മാരും ദേവന്മാരും ഏറ്റവും ദുഃഖിതരായി ബ്രഹ്മദേവ സങ്കേതത്തിലെത്തി. സർവലോക നിയന്താവായ പിതാമഹനോട് കുംഭകർണന്റെ ദുഷ്ടതകൾ വിവരിച്ചു. ദേവന്മാരെ ആക്രമിച്ചത്, പരനാരികളെ ആക്രമിച്ചത്, ഋഷീന്ദ്രന്മാരുടെ ആശ്രമങ്ങളെ മുടിച്ചത് എല്ലാം അവർ പറഞ്ഞ് തുടർന്നു. ഇങ്ങനെ ഇവൻ ജീവജാലങ്ങളെ പതിവായി തിന്നുകയാണെങ്കിൽ അധിക താമസം കൂടാതെ ലോകം തന്നെ ശൂന്യമാവുകയായി. ഭഗവാനെ, ഈ അത്യാപത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണേ. സർവലോക പിതാമഹൻ ഇന്ദ്രന്റെ വാക്കുകൾ കേട്ട് സകല രാക്ഷസന്മാരെയും മുന്നിൽ വരുത്തി. കുംഭകർണനെ കണ്ടപ്പോൾ തന്നെ പ്രജാപതി നടുങ്ങിപ്പോയി. പിന്നീട് ആശ്വാസം കൊണ്ട അജൻ കുംഭകർണനോട് അരുളി ചെയ്തു: ലോകം മുടിക്കുവാൻ വേണ്ടിയാണ് നീ പൗരസ്ത്യപുത്രനായി ജനിച്ചത്. ജീവസംരക്ഷണത്തിനു വേണ്ടി നീ മരിച്ച പോലെ ഇന്നു മുതൽ നിദ്രയിലാണ്ടു പോകും. ബ്രഹ്മാവിന്റെ ശാപം കൊണ്ട ഉടനെ അവൻ അവിടെ തന്നെ വീണുകഴിഞ്ഞു. അതുകണ്ട് അത്യധികം പരിഭ്രമത്തോടെ രാവണൻ തൊഴുത് കൊമ്പിട്ട് പറഞ്ഞു: പ്രഭോ, വളർത്തിക്കൊണ്ടുവന്നൊരു പൊന്മരം പൂക്കുവാനും കായ്ക്കുവാനും തുടങ്ങുമ്പോൾ മുറിക്കുകയോ? സ്വന്തം പൗത്രന് പ്രജാപതിയായ അവിടുന്ന് ഇത്തരത്തിൽ ശാപം ഏകരുതേ. അവിടുത്തെ അരുളപ്പാട് വെറുതെ ആവുകയില്ല. തീർച്ച ഇവൻ സുഷുപ്തിയിലാഴും. എന്നാൽ തിരുവുള്ളമുണ്ടായി ഉറങ്ങാനും ഉണരുവാനും ഇവന് കാലാവധി തരണേ. ആത്മജന്മാവായ പ്രജാപതി ദശാസ്യ വാക്കുകൾ കേട്ട് അരുളി ചെയ്തു: ഇവൻ 6 മാസം തുടർന്ന് ഉറങ്ങും. പിന്നീട് ഒരൊറ്റ ദിവസം ഉണർന്നിരിക്കും. ആ ദിവസം ചൊടിച്ചുകൊണ്ട് ഈ വീരൻ ലോകം ചുറ്റി നടക്കും. ആളെ കത്തുന്ന അഗ്നിയെപ്പോലെ വായും വളർന്ന ലോകത്തിലുള്ള ജീവികളെ വിശപ്പ് മാറ്റാൻ തിന്നും. ശ്രീരാമസ്വാമിയെ തൊഴുതുകൊണ്ട് വിഭീഷണൻ തുടർന്നു. ആപത്തുകൾ പറ്റിയ ഈ സന്ദർഭത്തിൽ കുംഭകർണനെ ഉണർത്തി നിന്തിരുവഴിയിലുള്ള ഭയമാണ് രാവണനെ ഈ സാഹസത്തിന് പ്രേരിപ്പിച്ചത്. വീരനായ ഇവൻ അത്യുഗ്രവിക്രമിയായ കുംഭകർണൻ സ്വഗൃഹത്തിൽ നിന്ന് പോവുകയാണ്. ഇവൻ അതിക്രോധത്തോടെ വാനരന്മാരെ തിന്നുവാൻ ഓടിയടുക്കും. കുംഭകർണനെ കാണുന്ന കവികൾ ഇതാ ഓടിപ്പോകുന്നു. ചൊടിച്ച് പോരിനണയുന്ന ഇവനെ തടുത്തു നിർത്തുവാൻ വാനരന്മാർക്ക് എങ്ങനെയാണ് സാധിക്കുക? സൈന്യങ്ങളോട് ഇവൻ വലിയൊരു യന്ത്രമാണെന്ന് അറിയിക്കണം. എന്നാൽ ഈ സന്ദർഭത്തിൽ വാനരന്മാർ നിർഭയരുമാകണം. വിഭീഷണന്റെ യുക്തിയോടുകൂടിയ സൗമ്യവാക്കുകൾ കേട്ട രഘുനായകൻ സേനാപതിയായ നീലനോട് അരുളി ചെയ്തു: അഗ്നിപുത്രനായ നീല, അതിവേഗത്തിൽ ചെന്ന് സൈന്യങ്ങളെയെല്ലാം ഒരുക്കി നിർത്തൂ. ലങ്കയിലെ എല്ലാ പ്രവേശന മാർഗങ്ങളും പാദപ്പുരകളും പാലങ്ങളും കാക്കൂ. ശൈലശൃംഗങ്ങൾ, കല്ലുകൾ, വൻമരങ്ങൾ തുടങ്ങിയവയെ സജ്ജീകരിക്കട്ടെ. സർവ്വവാനരന്മാരും ഗിരിശിഖരങ്ങളെ ആയുധങ്ങളെ ധരിച്ച് തയ്യാറാകട്ടെ. ഹരിവര സേനാപതിയായ നീലൻ സ്വാമി നിർദ്ദേശമനുസരിച്ച് അതേപോലെ സൈന്യങ്ങളെ അടുത്ത ക്ഷണത്തിൽ നിർത്തിക്കഴിഞ്ഞു. ഗവാക്ഷൻ, ശരഭൻ, അംഗദൻ, ഹനുമാൻ എന്നീ കവികുഞ്ചരന്മാർ ഉടൻ ശൈലാഭരായി ഗിരികളുമെടുത്ത് ലങ്കാദ്വാരങ്ങളിലേറി നിലകൊണ്ടു. ശ്രീരാമ ശ്വാസനം കേട്ട ജയേഷികളായ വാനരന്മാർ വൈരിപ്പടയെ വൻമരങ്ങളാൽ ഉടയ്ക്കുവാൻ തീരുമാനിച്ചു. ലങ്കാമതിലിനു സമീപം പർവ്വതങ്ങളും മരങ്ങളും ഏന്തിയ വാനരന്മാർ പർവ്വതസാനുവിലെ കാർക്കൊണ്ടൽ പോലെ പ്രശോഭിച്ചു. നിദ്രയും ലഹരിയും കൂടിച്ചേർന്ന് ആ രാക്ഷസ ഋഷഭൻ ശ്രീമത്തായ രാജപാതയിൽ എത്തിച്ചേർന്നു. പൂജ്യവിക്രമിയായ ആ ദുർജയനെ അനേകം രാക്ഷസന്മാർ ചുഴന്നു. മണിമന്ദിരങ്ങളിൽ നിന്നുണ്ടാകുന്ന പൂമഴയുമേറ്റ് അഗ്രജന്റെ അരമനയിലേക്ക് നടന്നു തുടങ്ങി. പൊന്നിൽ ജലവാതിൽ നിരയോടെ സൂര്യപ്രഭയാർന്നതും വിശാലവും
മനോമോഹനവുമായ അഗ്രജ രാജധാനി അവൻ കണ്ടു. കാർക്കൊണ്ടലിലേക്ക് ആദിത്യനെന്ന പോലെ കുംഭകർണൻ നിശാചരേന്ദ്ര ഭവനത്തിലേക്ക് പ്രവേശിച്ചു. രാജസദസ്സിൽ കനകസിംഹാസനത്തിലിരിക്കുന്ന രാവണന്റെ സമീപം ബ്രഹ്മസന്നിധിയിലേക്ക് ചക്രനെന്ന പോലെ അണഞ്ഞു. രാക്ഷസന്മാരാൽ ആവൃതമായ ഭാതൃഗ്രഹത്തിലേക്ക് കടക്കുന്ന കുംഭകർണന്റെ ഓരോ കാലടി വെപ്പിലും ഭൂമി കുലുങ്ങി. കൊട്ടാരത്തിന്റെ അന്തർഭാഗത്തിലെത്തിയ നിശാചരൻ സാധാരണ ചേരുന്ന സ്ഥലത്തല്ല രാജസദസ്സ് കൂടിയിരിക്കുന്നതായി കണ്ടത്. പുഷ്പക വിമാനത്തിലെ ഉന്നത സിംഹാസനത്തിലാണ് അഗ്രജൻ മാലാണ്ട മുഖത്തോടെ ഇരിക്കുന്നത്. പെട്ടെന്ന് സഭാതലത്തിലേക്ക് കടന്നു വന്ന അനുജനെ കണ്ട രാവണൻ സസന്തോഷം എഴുന്നേറ്റ് ചെന്ന് കൈ പിടിച്ചുകൊണ്ടുവന്ന് തൻ്റെ ഏറ്റവും സമീപത്തുള്ള ഉജ്ജ്വല പള്ളിമഞ്ചത്തിൽ ഇരുത്തി അഗ്രജനെ യഥാവിധി അഭിനന്ദിച്ചു. കുംഭകർണൻ എന്തു കൽപ്പന അനുസരിക്കുവാനും തയ്യാറാണെന്ന നിലയിൽ ഇരുന്നു. ദശാസ്യൻ എഴുന്നേറ്റ് സസ്നേഹം അനുജനെ ഗാഢാലിംഗനം ചെയ്ത് ദിവ്യശ്രീയാർന്ന മഞ്ചത്തിലിരുത്തി താനും ഉപവിഷ്ടനായി. യഥോചിതം ജ്യേഷ്ഠനാൽ മാനിതനായ കുംഭകർണൻ കോപം കൊണ്ട് തുടുത്ത കണ്ണുകളോടെ ചോദിച്ചു, മന്നോർമന്നവനായ ജ്യേഷ്ഠ, എന്നെ ഇങ്ങനെ പെട്ടെന്ന് ഉണർത്തുവാൻ എന്താണ് കാരണം? ആരിൽ നിന്നാണ് അങ്ങേക്ക് ഭയം? ആരാണിപ്പോൾ ശവമാകേണ്ടത്? ക്രോധം കൊണ്ട് ചെങ്ങിയ കണ്ണുകൾ അല്പമൊന്ന് ഉരുട്ടിമെഴിച്ച് അനുജൻ ചോദിച്ചപ്പോൾ അഗ്രജൻ ഇങ്ങനെ മറുപടി പറയുവാൻ തുടങ്ങി. മഹാശക്തനായ അനുജ, ഇന്നേക്ക് നീ കുറേ ദിവസങ്ങളായി ഉറങ്ങുന്നു. സുഖനിദ്രയിലാണ്ട നീ രാമനാൽ എനിക്ക് വന്നു ചേർന്ന ഭയമൊന്നും അറിയുന്നില്ല. ദശരഥ പുത്രനായ ഈ രാമൻ കപിവരനായ സുഗ്രീവനോടും വാനരപ്പടയോടും ഒന്നിച്ച് സാഗരം തരണം ചെയ്ത് നമ്മുടെ വേരറുക്കുവാൻ തുടങ്ങിയിരിക്കുന്നു. ലവണ സമുദ്രത്തിൽ സേതു ബന്ധിച്ചു വന്ന ഇവർ നമ്മുടെ മനോഹര പൂങ്കാവുകളും അരണ്യങ്ങളും മർക്കടക്കടലാക്കി മാറ്റിയിരിക്കുന്നു. ഈ വാനരന്മാർ നമ്മുടെ പ്രമുഖ രാക്ഷസന്മാരെ പോരിൽ നിഗ്രഹിച്ചു കഴിഞ്ഞു. എന്നാൽ ഈ കീശന്മാർക്ക് യാതൊരു വിധത്തിലും യാതൊരു നാശവും കാണുന്നില്ല. ഇതിനു മുമ്പ് ഒരിക്കലും യുദ്ധത്തിൽ തോൽക്കാത്തവരുമാണ് ഈ കുരങ്ങന്മാർ. ഇതാണ് എനിക്ക് ഇപ്പോൾ നേരിട്ടിട്ടുള്ള വൻ ഭയം. ഹേ പൊന്നനുജ, മഹാബല, ഇതിൽ നിന്ന് രക്ഷ തരൂ. ആ കൂട്ടക്കാരെ നിർദ്ദയം നീ കൊന്നു നശിപ്പിക്കൂ. അതിനുവേണ്ടിയാണ് നിന്നെ ഉണർത്തിയത്. ഇതുവരെ സമാർജിച്ചു വെച്ച സമ്പത്തുകളെല്ലാം നശിച്ചു കഴിഞ്ഞു. ബാലന്മാരും വൃദ്ധന്മാരും മാത്രം അവശേഷിച്ച ലങ്കയെ രക്ഷിക്കൂ. ഹേ ശത്രുതാപന, മഹാബാഹുവായ നീ ജ്യേഷ്ഠനു വേണ്ടി ഈ ദുഷ്കര കർമ്മത്തെ ചെയ്യൂ. ഇതിനു മുമ്പ് ഒരിക്കലും ഞാൻ ഒരനുജനോട് ഇത്തരത്തിൽ പറഞ്ഞിട്ടില്ല. നിന്നിൽ അത്രമാത്രം സ്നേഹവും പ്രത്യാശയും എനിക്ക് ഉള്ളതിനാൽ മാത്രമാണ് ഇത്രയും തുറന്നു പറഞ്ഞതും. ദേവാസുര യുദ്ധങ്ങളിൽ അനേകം പ്രാവശ്യം നേരിട്ടവനല്ലേ നീ? ദേവന്മാരെയും ദൈത്യന്മാരെയും 100 തവണ നീ വിജയിച്ചിരിക്കുന്നു. ഹേ കുംഭകർണ, അതുല്യ വിക്രമിയായ നീ ആ വീര്യമാക്കെ ഇന്ന് എടുക്കൂ. നിനക്ക് തുല്യനായിട്ടുള്ളൊരു ശക്തനെ ഏതൊരു ജാതിയിലും ഞാൻ കണ്ടിട്ടേയില്ല. ബന്ധുജനങ്ങൾക്ക് ഇഷ്ടമേകുവാൻ തയ്യാറായിരിക്കുന്ന അനുജ, ഇതാണ് എനിക്ക് സന്തോഷമേകുന്ന ഹിതകാര്യം. വന്നു നിൽക്കുന്ന അരികളെ മുഴുവൻ അവരിൽ അത്യധികം ആനന്ദമെഴുന്ന നീ സ്വന്തം കെൽപ്പിനാൽ തുരത്തുക. ശരൽക്കാലത്തിൽ കൂടി നിൽക്കുന്ന മേഘങ്ങളെ ഉഗ്രമായ കാറ്റ് ചിന്നി ചിതറിച്ച് അമ്പരതലത്തെ നിർമ്മലമാക്കുന്നത് പോലെ വാനരപ്പടയെ അവസാനിപ്പിച്ച് ലങ്കാനഗരിയെ പരിശുദ്ധമാക്കുകയാണ് നീ എനിക്ക് വേണ്ടി ചെയ്യേണ്ടത്. ത്രിലോകങ്ങളുടെയും അധിപനായ രാക്ഷസ പെരുമാളുടെ ആവലാദികൾ കേട്ട കുംഭകർണൻ അത്യുച്ചത്തിൽ പൊട്ടിച്ചിരിച്ചു. പണ്ട് അമാത്യന്മാരോടൊന്നിച്ച് മന്ത്രാലോചന ചെയ്തപ്പോൾ ഉണ്ടാകുവാനുള്ള ദോഷത്തെയും ആലോചിച്ചുവല്ലോ. ദോഷങ്ങൾ നാം അന്നു തന്നെ കണ്ടിട്ടുമുണ്ട്. ഹിതത്തിൽ ശ്രദ്ധിക്കാത്തതുകൊണ്ട് അതാണിപ്പോൾ അങ്ങേക്ക് വന്നത്. പാതകം ചെയ്തതിൻ്റെ ഫലം പെട്ടെന്ന് തന്നെ അവിടേക്ക് വന്നു ചേർന്നു. ദുഷ്കർമ്മങ്ങൾ ചെയ്യുന്നവന് നരകപ്രാപ്തി തീർച്ചയാണ്. ആദ്യത്തിൽ ആലോചിച്ചല്ല അത്തരം കാര്യങ്ങൾ അവിടുന്ന് ചെയ്തതും. സ്വബലം കൊണ്ട് അഹങ്കാരമാണ്. ദോഷഫലങ്ങളെ ചിന്തിച്ചതുമില്ല. ന്യായാന്യായങ്ങൾ അറിവില്ലാത്തൊരുവൻ ആദ്യം ചെയ്യേണ്ടത് അവസാനത്തിലും അവസാനം ചെയ്യേണ്ടത് ആദ്യത്തിലും ചെയ്യും. ദേശവും കാലവും അറിഞ്ഞു വേണം ഏത് കാര്യവും ചെയ്യുവാൻ. ഇല്ലാതെ വന്നാൽ നല്ലതുകൂടി ചീത്തയായി തീരും. അശുദ്ധിയുള്ള ഹവിസ് ഹോമിച്ചാൽ ഉണ്ടാകുന്ന ഫലം നേരെ വിപരീതമാണ്. യാഗം, വേദാധ്യായനം, ധർമ്മം എന്നീ 3 കർമ്മങ്ങളും 5 യോഗങ്ങളും സജീവന്മാരോടുകൂടി ആലോചിച്ച് തീരുമാനിച്ച് ചെയ്യുന്നവനാണ് സന്മാർഗനിഷ്ഠൻ. സുഹൃത്തുക്കളെയും അമാത്യന്മാരെയും വ്യക്തമായി അറിഞ്ഞ് ശാസ്ത്രമനുസരിച്ച് കാര്യങ്ങൾ ചിന്തിക്കുവാൻ തുടങ്ങുന്ന ഭൂപാലൻ അഭിജ്ഞനാണ്. ശേഷം ചരിതം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം. ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം.